ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. കരങ്ങൾ വീശുന്നു ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 ായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിയും നീയേ അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീ അന്തവും നീ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീ സത്യവും നീ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എൻ്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കൈകൾ വീശി ഒന്ന് ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധന. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ധ്യാനം വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ യോഗ്യതയാൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധനകളുടെ ഉടമ്പടി ആരാധനകളുടെ യോഗ്യതയാൽ ആ മക്കൾക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം.
ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, ഈ അൾത്താരയിൽ ഈ ആരാധന സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളുണ്ട്, വാടക വീട്ടിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങള്, പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് എല്ലാവരും കർത്താവിന്റെ കൃപ പ്രത്യേകമായിട്ട് പ്രവർത്തിച്ച് സാക്ഷ്യം പറയാനുള്ള വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, കുടുംബ ജീവിതത്തില് സമാധാനമില്ലാതെ വിഷമിക്കുന്ന അനേക സഹോദരങ്ങള് ഈ ആരാധന കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കൾക്ക് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ വീണിരിക്കുന്ന സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിവോഴ്സിന് വേണ്ടി ഇഷ്ടപിടിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അൾത്താരയിൽ ഖുദാസ് ചെയ്തിട്ടുള്ള ബന്ധം എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല കുടുംബജീവിതം നയിക്കുവാൻ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. യേശുവേ, ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസ്തയോടെ മുന്നേറുവാൻ ദമ്പതികളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. പരിശുദ്ധ പിതാവേ, എല്ലാ ഭദ്രാന്മാരെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ദൈവജനത്തെ നയിക്കുവാൻ വേണ്ട പുത്തൻ അഭിഷേകം നൽകി എല്ലാ സഭാ നേതാക്കന്മാരെയും യേശുവേ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന
ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം ഈ ആരാധനയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളെ ഈശോയിലോട്ട് അടുപ്പിക്കുവാൻ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, പുത്തൻ കൃപ നൽകി ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ വഴി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമസന്ധികളിലൂടെ കടന്നുപോകുന്ന സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി സഹോദരാബുദ്ധിയ, അതിനേക്കാളെല്ലാം ഉപരി ദൈവസ്നേഹബുദ്ധിയ നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഈശോയെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ദൈവസ്നേഹത്തോട് ചേർന്ന് പാടാം. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. കരങ്ങൾ വീശി ഉയർന്ന് പാടാം. ആരാധന 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 പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ
യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കവിനപ്പുറത്ത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദിവ്യകാരുണ്യം അല്ലോ നീ. പാടി വാഴ്ത്താം, പാടി വാഴ്ത്താം പാവന സ്നേഹമേ. പാടി വാഴ്ത്താം, പാടി വാഴ്ത്താം പാവന സ്നേഹമേ. ജോസഫച്ചനോ ഇവിടുത്തെ ശുശ്രൂഷകരോ പ്രാർത്ഥിച്ചോ ആലോചിച്ചോ സങ്കല്പിച്ചോ ഒരു സാധനം ഉടമ്പടി അടങ്ങിയിട്ടില്ല. ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഉടമ്പടി നിർവർത്തിച്ചുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മൾ ചില സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പം 42 വയസ്സുള്ള ആളിന് ഡെലിവറി ഹൈ റിസ്ക് ആണ്, കുഞ്ഞ് മരിക്കും അല്ലെങ്കിൽ അമ്മ മരിക്കും. അതിനാണല്ലോ ഹൈ റിസ്ക് എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്തായിട്ടുള്ള കുഞ്ഞിനെ ഈസിയായിട്ട് കിട്ടണില്ലേ? ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന വിഷയങ്ങളെക്കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? സങ്കീർത്തനം. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കീർത്തനമാണ് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സങ്കീർത്തനം മുഴുവനും ദൈവാനുഭവങ്ങളാണ് അവർ കീർത്തനങ്ങളാക്കി പാടിയിരിക്കുന്നത്, അല്ലാതെ മനുഷ്യാനുഭവങ്ങൾ. കവിതകൾ ഇപ്പോൾ മറ്റ് കവികളുടെ കവിതകളില്ല, അത് മനുഷ്യാനുഭവങ്ങളെയാണ് അവർ കവിതകളാക്കുന്നത്. പക്ഷേ സങ്കീർത്തനങ്ങൾ എന്താണ്? മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെയാണ് അവർ കവിതയാക്കണത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ദൈവാനുഭവം എക്കാലത്തും നിലനിൽക്കുന്നതാണ്, എല്ലാവർക്കും സാർവജനീനമായിട്ട് ആപ്ലിക്കബിളാണ്. എന്താണ് ഇതിനെക്കുറിച്ച് ഇവർക്കെന്താ സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് സിയോനിൽ നിന്ന് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോന്നപ്പോൾ ഞങ്ങളെ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ? അതാണ് എൻ്റെ മനസ്സിൽ വന്ന വചന. അതാ ലൈറ്റ് വെയിറ്റ് എന്ന് പറയണം. ഇപ്പോൾ തുടങ്ങിയ പരിപാടിയല്ലേ ദൈവം. ദൈവത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ഡ്രീം ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, മെറിറ്റോറിയസ് അല്ലെങ്കിൽ പിന്നെ ഡ്രീമാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ കാര്യം മെറിറ്റിൽ നടക്കത്തില്ലെങ്കിൽ പിന്നെ എന്താണ്? അതിന് സ്വപ്ന സമാനമായിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഇത് ചേഞ്ച് ചെയ്തു. അത് നമ്മളല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ ഗ്രേസ് ആണ് ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് സ്വപ്ന തുല്യമായിട്ട് മാറും. അല്ലെങ്കിൽ എന്താ സ്വപ്നം തുല്യം? നമ്മൾ അതാണ് സങ്കീർത്തനം പറയണത്. 120 അടുത്ത സങ്കീർത്തനം 126 1 തൊട്ട് അങ്ങനെ വായിച്ചേ. ശ്രുതികട്ടെ. 126 സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചുകൊണ്ട് വന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗവിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ
കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ കൈയടിച്ചിട്ട് വീട്ടിലേക്ക് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ഹല്ലേലൂയ, വിലാപങ്ങളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമാക്കി മാറ്റുന്ന യേശുവേ സ്തുതി, അവിടുത്തെ ഹല്ലേലൂയ. സ്നേഹത്തിന് നന്ദി ഹല്ലേലൂയ, പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ. മക്കളെ, ഇത് ദൈവവചനമാണ്. ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും വചനം ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാംസമായിക്കൊണ്ടിരിക്കും. വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് വിശ്വസിക്കുന്നവർക്കെല്ലാം അത് മാതാവിൽ മാത്രം സംഭവിച്ച ഒരു പ്രൊസീജിയർ അല്ലത്. ആരാണ് വിശ്വസിക്കുന്നത് അവരെല്ലാം ഇത് കോൺക്രീറ്റ് ആയിക്കൊണ്ടിരിക്കും, മാംസമായിക്കൊണ്ടിരിക്കും, ടാൻജിബിളാകും, സ്പർശ്യമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഇന്ധനം ഫസ്റ്റ് ഫേസിൽ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവസ്നേഹവുമാണ്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവസ്നേഹവുമാണ്. പല ആൾക്കാരും ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവർ കണ്ടുകഴിഞ്ഞില്ലേ, ആ ലേഡി എന്താ ചെയ്തത്? അവർ ഉടമ്പടി എടുത്തു, പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ലെവലാണ്, പ്രൈമറി സ്കൂളാണ് ഉടമ്പടിയുടെ. അമ്മ മാതാവ് രാത്രി അവൾക്ക് സ്വപ്നം കണ്ടിട്ട് തുണി അലക്കണത് കാണിച്ചു കൊടുത്തു നേരിട്ട്. അപ്പം അത്രയും പൊട്ടിയാണെന്ന് അർത്ഥം. അപ്പം അത്രയും പൊട്ടിയാണെങ്കിൽ പോലും ദൈവികമായ കാര്യങ്ങൾക്ക് ചെവി കേൾക്കണില്ല അവക്കെ. അതുകൊണ്ടാണ് നേരെ വന്ന് കാണിച്ചു കൊടുക്കണത് രക്ഷപ്പെടാനുള്ള മാർഗം. അതായത് നമ്മൾക്ക് ഇതെന്ന് വെച്ചാൽ ഈ പരീക്ഷ, ഞാൻ സത്യം പറയട്ടെ, ഞാനാണ് ദൈവമെങ്കിൽ ഈ സാധനത്തിനോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. എന്താ കാര്യം? ഇത് ജന്മന ക്രിസ്ത്യൻ ഫാമിലി ജീവിച്ചതാണ്. ഇതിന് കിട്ടിയെടുത്തതും സങ്കീർത്തനങ്ങളും വചനങ്ങളും വേദപാഠങ്ങളും വേറെ ആരും കൊടുത്തിട്ടില്ല. ഇവിടെ നോൺ ക്രിസ്ത്യൻസ് ഒരു ദിവസം വചനം കേട്ടിട്ട് രണ്ടാമത്തെ ദിവസം വചനം മാംസമായിട്ട് അവർ കർത്താവിൻ്റെ സാക്ഷികളായിട്ടാണ് അവർ പറന്നു വരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളവരോടൊക്കെ പ്രത്യേകിച്ച് ഇവർക്ക് ട്യൂഷൻ പോലും കൊടുക്കത്തില്ല, അതിനെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. പക്ഷേ ദൈവം എന്ത് കരുണയുള്ളവരാണ് ഇപ്പോൾ മനസ്സിലായില്ലേ? പൊട്ടിപ്പെണ്ണിന് രാത്രി വന്ന് പ്രത്യക്ഷപ്പെടുകയാണത്, അലക്കി കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ണും കാണാൻ പാടില്ല, ചെവിയും കേൾക്കാൻ പാടില്ല ദൈവവചനത്തിനെതിരെ. അതുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുക്കണം. എന്ത് കഷ്ടമാണെന്ന് എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗതികേട്. അത് ആംഗ്യം കാണിച്ചു കൊടുക്കേണ്ടത്. ഇന്നത് ചെയ്താൽ രക്ഷപ്പെടും, അത്രയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. നമ്മൾ ആ വചനം ഒന്നുകൂടി പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. ഒന്നുകൂടി അത് നിങ്ങൾ കൂടി അത് ഏറ്റു പറയണം. റീഡ് ഇറ്റ് അഗൈൻ. സങ്കീർത്തനം 126. കർത്താവ് പ്രവാസികളെ ഏറ്റു പറഞ്ഞേ. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പ്രശ്നമാണ്. അതായത് ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം ഏതാണെന്നറിയാവോ? അതായത് നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യം ഒന്ന് പറഞ്ഞേ. നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അപ്പൊ എല്ലാവരും ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ഐശ്വര്യം പുനഃസ്ഥാപിക്കാനാണ്. അപ്പൊ ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നിൻ്റെ സൗന്ദര്യം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ജീവിതം, നിൻ്റെ വിദ്യാഭ്യാസം,
നിൻ്റെ കുടുംബജീവിതം എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ്? നെഗേബിലെ നീർച്ചാലുകൾ. അതാണ് ഞാൻ പറയുന്നത്. ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോഴേ അത് ദൈവാനുഭവമാണ്. ആ കാലങ്ങളിൽ മനുഷ്യപ്പം ബാബിലോണിൽ നിന്ന്, അത് ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇറാഖിലാണ്. ഇറാഖിൽ ഇവർ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇവരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കുറേ നാൾ നബൂഖദ്നേസർ താമസിപ്പിച്ചിട്ട് അവിടെ അടിമജീവിതം നയിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. മോചിപ്പിക്കാനുള്ള യാതൊരു മാർഗ്ഗം ഇസ്രായേലിൻ്റെ കയ്യിലില്ലായിരുന്നു. കാര്യം അവർ ഭയങ്കര ശക്തന്മാരായിരുന്നു. പക്ഷെ കർത്താവ് വലിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത് ശക്തൻ്റെ കയ്യിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചത്. ദൈവം അപ്പോഴും വലിയ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ നിധീന എന്ന് പറഞ്ഞൊരു മോള് പെരുമ്പാവൂർ സാക്ഷ്യം പറഞ്ഞു. നിധീന. അപ്പോൾ ആ സാക്ഷ്യം കേൾക്കുന്നതൊക്കെ മനസ്സിലാവും വലിയ കാര്യം എന്താണെന്ന്. നിധീനയുടെ പ്രശ്നം വെച്ചാൽ അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വയറ് വല്ലാണ്ട് വന്നു ഇങ്ങനെ വീർക്കുന്നു. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. ഇപ്പോൾ വന്ന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ഈ മരിക്കാൻ പോകുന്ന ആൾക്കാർ വാ പൊളിക്കത്തില്ലേ, അതുപോലെ ആ വാ പൊളിച്ചാൽ മരിക്കാൻ പോകുന്നവർക്ക് എങ്കിലും ഇത്തിരി ശ്വാസം കിട്ടുമല്ലേ. നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയമില്ലേ. അപ്പോൾ അതുപോലുള്ള അവസ്ഥയിലായിപ്പോയി. ചില സമയത്ത് ശ്വാസം പോയാൽ വായിൽ നിന്ന് ശ്വാസം ഓക്സിജൻ എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മരുന്നുമില്ല. അപ്പോൾ ഇവർ വല്ലാണ്ട് അങ്ങനെ വേദനിച്ച സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത്. അവൾ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിച്ചു. അപ്പോൾ ഇവിടെ നിന്നുണ്ട് ഈ വയറിങ്ങനെ വീർത്തിരിക്കുകയാണ്. 10 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെ വയറ് വീർത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഇപ്പോഴേക്ക് ഏതെങ്കിലും ദിവസങ്ങൾ മരിക്കുമെന്നറിയാം. കാര്യം ഈ മരണശ്വാസം മരിക്കുകയാണ് ശരിക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് മാതാവിനോട് പറയും, മാതാവേ ഞാൻ എല്ലാം പരാജയപ്പെട്ടു, എല്ലാ ചികിത്സയും പരാജയപ്പെട്ടു, അവസാനം നീ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നീയും കൈവിട്ട എന്നെ ആരും കൈയേൽക്കാനില്ല എന്ന് പറയും, കണ്ണീരോടെ പറയും. അതാണ് പ്രാർത്ഥന എന്ന് പറയും. ദൈവത്തിൻ്റെ ചങ്കയെ കൊണ്ട് പ്രാർത്ഥനയാണ്. ഇവിടെ വീട്ടിൽ പോയിട്ട് ഉടമ്പടി തൈലം എടുത്തിട്ട് വയറേലിങ്ങനെ കുരിശിടും. ആ ഒറ്റ കുരിശ് ഉടനെ ശ്വാസം നേരെയാകും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ. നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിറച്ച വസ്തുക്കളിലൂടെ ശക്തി പ്രകടമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇതാണ് വൻ കാര്യം എന്ന് പറയണം. മനസ്സിലായ? ശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ബൈബിള് വൻ കാര്യങ്ങൾ. ടേക്ക് ദ വേർഡ് ഓഫ് റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ലേ ഇവിടെ നടക്കണത്. കർത്താവ് പറഞ്ഞ് കർത്താവ് വൻ കാര്യങ്ങൾ വായിച്ചോളൂ. അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നു എന്ന് അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാവില്ല, എവിടെയെങ്കിലും 2 മനുഷ്യരെ കൂടിയാൽ ഉടനെ സംസാരിക്കണത് കൃപാസനത്തിൻ്റെ അനുഭവങ്ങളാണ് കൈമാറണത്. കാര്യം പ്രൈസ് ദി ലോർഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് അപ്പൊ ദൈവം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ വിചാരിക്കുക, നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യമാണ് വൻ കാര്യമെന്ന് പറയണത്. അതാരാണ് ചെയ്യണത്? കർത്താവാണ് ചെയ്യണത്. അപ്പം കർത്താവിനെ കൊണ്ട് ഈ വൻ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഫെയ്ത്ത് ലെവല്, അല്ലെങ്കിൽ ലവ് ലെവലോ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ വൻ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയണത്? അതെങ്ങനെയാണ് ചെയ്യണത്? നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കണത് ദൈവത്തിൻ്റെ ചിരപുരാതനവും നിത്യനൂതനവുമായ ഒരു ചൈതന്യ പ്രക്രിയയാണ്. പണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെട്ടവരുടെ ഐശ്വര്യങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചു കൊടുത്തിരുന്ന വിശ്വസിക്കുന്നവരുടെ. ഇന്ന് ഈ കാലത്ത് ഉടമ്പടി എന്ന പ്രത്യേക പദ്ധതികളിലൂടെ 10,000 കണക്കിന് മനുഷ്യരുടെ ഐശ്വര്യങ്ങൾ അനുദിനം പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് വചനം പറയണത്.
നെഗേബിലെ പറഞ്ഞേ നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. ഇപ്പൊ നോർത്തേൺ സൈഡ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇത് ആലപ്പുഴ നോർത്തേൺ സൈഡ് കന്യാകുമാരി വരെ പോകാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പം അതുപോലെ തന്നെ ഈ പാലസ്തീൻ രാജ്യത്തിൻ്റെ വടക്ക് സ്ഥലത്താണ് ഈ നെഗേബ് മൗണ്ടൻസ് ഉള്ളത്. നമുക്ക് വടക്ക് സ്ഥലത്ത് എന്താ ഉള്ളത്? ഹിമാലയമല്ല, ഇപ്പുറത്തുണ്ടല്ലോ വിന്ധ്യസൽപുറ. അതുപോലെ തെക്ക് വടക്ക് കിടക്കുന്ന ഭൂമിയുടെ വടക്ക് വശത്തുള്ള പർവ്വതങ്ങളാണ് നെഗേവ് പർവ്വതങ്ങൾ. ഇപ്പം നെഗേബിലെ നീർച്ചാലുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സങ്കീർത്തനത്തിൻ്റെ ആഴം പിടികിടത്തുള്ളൂ. ഈ പലസ്തീനയുടെ വടക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളിൽ വല്ലകാലത്തുമേ മഴ പെയ്യത്തുള്ളൂ. അവിടെ ഈ തണ്ടർ അതുപോലെ തന്നെ എന്താണ് ഇടിമിന്നലും കൊടുങ്കാറ്റും പെട്ടെന്നുണ്ടാവും. കാര്യം പൊതുവെ നെഗേബ് മരുഭൂമിയാണ്. നെഗേബ് എന്ന പറഞ്ഞ സ്ഥലം മരുഭൂമിയാണ്, മഴ പെയ്യാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ നീർച്ചാൽ എന്താണെന്നൊക്കെ പിടികിട്ടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളത്. ഇത് നമ്മളെപ്പോലെ ആണ്ടിൽ 24 മണിക്കൂറും മഴ പെയ്യുന്ന സ്ഥലമല്ല ഇത് മഴ കാണാത്ത സ്ഥലമാണ്. മഴ കാണാത്ത സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ്നിങ് തണ്ടറുണ്ടാവും, ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടാവും. ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടായി അതിൻ്റെ അകത്ത് മഴ അല്ല മഴ പോലെ നമ്മൾ കുത്തിച്ചൊരിഞ്ഞ് പെയ്യത്തില്ല. നെഗേബിലെ മറവങ്ങൾ വല്ല കാലത്തും ഇങ്ങനെ. പക്ഷേ അവിടെ നിന്ന് 7-8 നദികളുണ്ട്, നീർച്ചാലുകൾ. ഈ നെഗേബിൽ നിന്ന് 7-8 നദികൾ ഇതുപോലെ പലസ്തീനിലൂടെ പോകുന്നുണ്ട്. ഈ നദികൾ 360 ദിവസം വരണ്ട് കിടക്കുകയാണ്. നമ്മുടെ ചിലരുടെ ജീവിതം പോലെ അങ്ങനെയല്ലേ, മൊത്തം വരണ്ട് കിടക്കല്ലേ. സമ്പത്തില്ല, ആരോഗ്യമില്ല, സ്വാധീനമില്ല, ഒന്നുമില്ല, ജോലി പോയി, വീട് പോയി, വരണ്ട നദികളാണ്. ഈ വരണ്ട നദികളെ പോലെ എന്തൊരു ദൈവാനുഭവമാണെന്ന് നോക്കിയേ. നെഗേബിലെ നീർച്ചാലുകൾക്ക് എന്താ സംഭവിക്കണത്? ഇത് പൊടുന്നതിന് ഇടിമിന്നലും മഴയും ഉണ്ടായിട്ട് ഈ അവിടെ ഉണ്ടായ മഴ ചിലപ്പോൾ 1 മണിക്കൂർ വല്ലതും പെയ്യണ മഴയാണെങ്കിലും ഈ മഴവെള്ളം ഇങ്ങനെ ഒഴുകി വരും ഈ നദികളിലൂടെ. അപ്പോൾ ഒഴുകി വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴവെള്ളം ഒഴുകി എപ്പോഴെങ്കിലും വരുമെന്നറിയാം കർഷകർക്ക്. അത് കാരണം എന്തു ചെയ്യും, വരണ്ട നദിയിലാണെങ്കിലും അവർ വിത്ത് അവിടെ നേരത്തെ പാകിയിട്ടേക്കും. അയ്യോ എന്തൊരു സങ്കീർത്തനമാണെന്ന് അറിയാം ഇത്. വിത്ത് നേരത്തെ പാകിയിട്ടേക്കും. നമ്മുടെ ഇപ്പം മഴ കാണുന്നില്ല, കാറ്റില്ല, മഴയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഒന്ന് രാജാക്കന്മാർ 3:15 ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ. 2 രാജാക്കന്മാർ 3:16, 2 രാജാക്കന്മാർ 3:15, 3:16-17. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും, കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും, നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. നമുക്ക് ഈ 2 രാജാക്കന്മാർ 3:15 സങ്കീർത്തനം 126:1-6 വചനങ്ങളെ ലിങ്ക് ചെയ്താണ് കർത്താവ് ഇപ്പോൾ നമുക്ക് സന്ദേശം നൽകുന്നത്. ഇതൊരിടത്ത് ഞാൻ ലിങ്ക് ചെയ്തല്ല, ഞാൻ ഇപ്പം ലിങ്ക് ചെയ്തതാണ്. കർത്താവ് എനിക്ക് തന്ന ഒരു അരൂപി കൊണ്ട് ലിങ്ക് ചെയ്തതാണ്. ഇവിടെ എന്താ പ്രശ്നം? കാറ്റില്ല, മഴയില്ല, പക്ഷെ അരുവിത്തടങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറയുന്നു. ഈ അനുഭവം ഏതാണ്? കാറ്റും മഴയും ഇല്ലാതിരിക്കുന്നൊരു കാലത്ത് നെഗേബിൽ വെള്ളം ഒഴുകി വരുന്നത് കാണും. കാറ്റ് ഇന്നലെ പെയ്തതാണ്,
ഇന്നലെ പെയ്ത കാറ്റ്, നെഗേവ് പർവ്വതത്തിൽ കഴിഞ്ഞ മാസമൊക്കെ പെയ്ത മഴ, വെള്ളം ഇവിടെ എത്തിച്ചേരുന്ന സമയമുണ്ട്. അപ്പോൾ ഇവിടെ അവരെത്തിച്ചേരുന്ന സമയത്ത് കാറ്റില്ല, മഴയില്ല, പക്ഷെ അരുവിത്തടം വെള്ളം കൊണ്ട് നിറയുന്നു. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ അരുവിത്തടത്തിൽ കർത്താവ് വെള്ളം കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കർഷകൻ്റെ. അതുകൊണ്ട് നേരത്തെ മുൻകൂർ കൊണ്ടുവന്ന് അവരിവിടെ വിത്ത് പാകിയിട്ടേക്കും ഭൂമിയുടെ അടിയിൽ. അതാണ് കരഞ്ഞുകൊണ്ടാണ് പാകണത്. അത് പറയുന്നുണ്ട്, അതായത് ദേ ആർ ക്രൈയിങ്, ദേ ആർ ക്യാരിങ് ദ ഷിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ പറയുക. എന്ന് വെച്ചാൽ അവർ വിതക്കാൻ വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വിതക്കണത്, അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ, ഇല്ലേ? ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ. കാര്യം കാറ്റുമില്ല, മഴയുമില്ല, വരണ്ട സ്ഥലത്താണ് വിതക്കണത്. പക്ഷേ വിലാപത്തോടെയാണ്, കണ്ണീരിലാണ് വിതക്കണത്. അരുവിത്തടങ്ങളിലെ വെള്ളത്തിൽ, മഴവെള്ളത്തിലല്ല, കണ്ണീരിലാണ് വിതക്കണത്. എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധി നിൻ്റെ സങ്കടങ്ങൾ നീ കണ്ണീരിലാണ് വിതച്ചിരിക്കണത്. ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗേവിലെ നീർച്ചായകളെ പുനഃസ്ഥാപിച്ച ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഈ വരണ്ട ഭൂമികളെ എല്ലാം ദൈവം നനച്ചുകൊണ്ട് അവൻ നിന്നെ ദേ ആർ ഗോയിങ് ക്യാരിങ് ദ ഷേപ്പ്, അവരെ വിത്തം കൊണ്ട് ജയഘോഷത്തോടെ സന്തോഷാരവങ്ങളോടെ അവർ കൊയ്ത കഥയുമായി തിരിച്ചു പോകുന്നുവെന്ന്. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അനുഗ്രഹങ്ങളുമായി തിരിച്ചു പോകുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവവേദനെ. അതുകൊണ്ടാണ് ദൈവം നിന്നെ കണ്ണീര് വിതക്കാൻ വേണ്ടി, ഉടമ്പടി എടുക്കാൻ വേണ്ടി ദൈവം നിന്നെ അനുവദിച്ചത്. ഈ സങ്കീർത്തനത്തോടും 2 രാജാക്കന്മാർ 3:15 ചേർത്ത അനുഭവം ഉള്ള ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ പറഞ്ഞത് ജെ തോമസ് എന്ന് പറഞ്ഞ ഒരു CA-കാരനാണ്. CA ലാസ്റ്റ് ഇയർ. പക്ഷേ CA ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ പ്രശ്നം ചാർട്ടേഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് നമ്മുടെ ഉടമ്പടിയിലുണ്ട്, അത് ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം ഇങ്ങേര് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷേ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന കാരണം ഇപ്പോൾ അവിടെ 4 പ്രാവശ്യം പരീക്ഷയ്ക്ക്, ലാസ്റ്റ് പരീക്ഷയ്ക്ക് 4 പ്രാവശ്യം തോറ്റു. അപ്പോൾ ഇനി 1 പ്രാവശ്യം കൂടി തോറ്റാൽ പുള്ളി ഔട്ടാവും. പിന്നെ പുള്ളി വേറെ ചുമട്ടുപണിക്ക് പോകാനേ പറ്റത്തുള്ളൂ. കാരണം CA പരീക്ഷയുടെ രീതി അതാണ്. CAക്ക് അതിൻ്റെ ലാസ്റ്റിൽ 5 പ്രാവശ്യം കൊടുക്കും ചാൻസ്. 5ാമത്തെ പ്രാവശ്യം തോക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രൊഫഷൻ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല. അത്തരം ഗതികേടാണ്. അപ്പോൾ ഇവൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം തോറ്റപ്പോൾ തന്നെ ഇവൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ പോയി അച്ഛനെ കാണ്, ഉടമ്പെടുക്കുക. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്കിതിലൊക്കെ വിശ്വാസമില്ലെന്ന്. അതെന്താ കാര്യം? വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം പുള്ളി പറയുന്നുണ്ട്, ഞാൻ നല്ല എല്ലാ റാങ്ക് കിട്ടി വന്ന ആളാണ്, ഞാൻ എല്ലാ പഠനങ്ങളിലും വിജയിച്ച് വന്ന് എനിക്ക് നല്ല കോൺഫിഡൻസാണ്. അപ്പോൾ അതിൻ്റെ പേര് ഇങ്ങനെ അച്ഛന്മാരൊക്കെ പോയി കാണുന്നതിൻ്റെ അകത്ത് എന്താ അർത്ഥം എനിക്കറിയത്തില്ല. അയാൾക്ക് അയാളെ ബുദ്ധിപരമായിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ പഠിച്ചു, ഞാൻ ജീവിച്ചു, ഇത്രയും നാൾ ഒരു അച്ഛനെയും കണ്ടില്ലല്ലോ. അതാണ് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ ഉണ്ട്. അമ്മ പറയുന്നുണ്ട് പോയി കാണേ, അയാൾക്ക് തോന്നിയില്ല. പക്ഷെ ഇയാൾ 4ാം പ്രാവശ്യം തോറ്റു. ഇനി ഒരു ചാൻസേ ഉള്ളൂ. ഇനി തോറ്റു കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ പോകും. പ്രൊഫഷൻ പോയാൽ ഇത് വയസ്സ് ഇത്രമായില്ലേ, 5 എത്ര റൗണ്ട് കഴിഞ്ഞാലാണ് ഈ സ്റ്റേജിലേക്ക് വരണത്. പിന്നെ കല്യാണം താമസിക്കും, വീട് താമസിക്കും, അനിയന്മാരൊക്കെ കയറി പോവും, വീട്ടിൽ പ്രശ്നമാകും. പിന്നെ നിങ്ങളെ പരീക്ഷയ്ക്ക് ജയിച്ചു തോരുന്നല്ലേ, ആ അലൈൻമെൻറ്റ് പോകും, ആ കുടുംബത്തിൻ്റെ അലൈൻമെൻറ്റ് പോകും. താഴെയുള്ള ആൾക്കാരൊക്കെ പഠിക്കണം, അവർക്ക് കയറി വരണം. ഈ മനുഷ്യൻ ജയിക്കണമില്ല, ഒരിടത്തും ആകണമില്ല, കല്യാണം വെക്കണില്ല, അങ്ങേരുടെ മാറിയിട്ട് വേണ്ട മക്കളുടെ കാര്യം ചെയ്യാൻ. ഈ സംസാരം കൊണ്ട് തന്നെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുടുംബത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ആങ്ക്വിഷായിട്ടുള്ള ടോക്കായിരിക്കും ചില കുടുംബങ്ങളിൽ. അതാണ് ഏറ്റവും വലിയ ചൂടെന്ന് പറയണത്. നമ്മുടെ മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞത്. എപ്പോഴും സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അതിനേക്കാൾ ഉപരി ഇപ്പോൾ ചെന്ന് പെട്ടല്ലോ, രക്ഷപ്പെട്ട് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതിനെക്കുറിച്ച് അത് തന്നെയും പിന്നെയും പറഞ്ഞ് തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കും. അതാണ് നെഗേബിലെ നീർച്ചാലുകളുടെ അവസ്ഥയ്ക്ക് മുമ്പ് വരേണ്ട നിലത്തിൻ്റെ ഒരു അവസ്ഥ. അതാണ്
പല കുടുംബങ്ങളിലും സ്വന്തം വിഷയങ്ങളിൽ വന്ന പല പാളിച്ചകളും പരാജയങ്ങളും പറഞ്ഞ് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അതൊന്ന് വിട്ടുമാറാൻ വേണ്ടി കർത്താവിന് ഇടപെടാൻ വേണ്ടി നെഗേവ നിർച്ചാലുകൾ പോലെ ഐശ്വര്യം പ്രതിസ്ഥാപിക്കാൻ വേണ്ടി ഇടിമുഴക്കുമ്പോൾ ശ്രുതികട്ടെ ശ്രുതികട്ടെ. പ്രകാരമുള്ള പുതിയ വഴികൾ തുറന്നു തന്നുകൊണ്ട് ഈശോയെ എല്ലാ കഷ്ടതകളും ഏറ്റെടുക്കണമെന്ന് സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ജെ തോമസ് എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടുകാരൻ ഇനി ഒരു ചാൻസേ ഉള്ളൂ, ലാസ്റ്റ് ചാൻസാണ്. ഒന്നെങ്കിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും. അതാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയ്ക്ക് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധം വന്ന്, കാര്യം ഇനി എൻ്റെ കഴിവ് ഇത്രയും നാൾ ഞാൻ പ്രയോഗിച്ചു, ഞാൻ പരാജയപ്പെട്ടു, ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണത് എന്താണ്? ഇന്നത്തെ കാലത്ത് ഉടമ്പടിയാണ്. അത് നമ്മുടെ സാക്ഷികളെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അതല്ലേ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇടിച്ചു കുത്തി ഇങ്ങനെ നിൽക്കുകയില്ലേ, രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം ഉടമ്പടി തീരണ വരെ. എന്തുകൊണ്ടാണ് അണമറിയാതെ കൃപാസനത്തിൽ ആൾക്കാർ നിൽക്കുന്നത്? ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു തന്നിരിക്കുന്ന സുനിശ്ചിതമായ, അതായത് മനുഷ്യനാണോ നീയെങ്കിലേ, അതിൽ ജാതി മതം ഒന്നുമില്ല, വേദനയും മനുഷ്യനും മാത്രമാണ് ഉടമ്പടി കൈകാര്യം ചെയ്യണത്. ആരെയും മാറ്റി നിർത്തണില്ല. നിനക്ക് വേദന ഉണ്ടോ, ദൈവതിരുസന്നിധി നിനക്ക് ആശ്വാസത്തിന് നീ അവകാശിയാണ്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എന്ന പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ 5ാമത്തെ പ്രാവശ്യം വന്ന പുള്ളിക്കാരൻ പരീക്ഷയ്ക്ക് പോകുന്ന ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അത് വെടിപ്പായിട്ട് എടുക്കും. ദൈവത്തെ പരീക്ഷിക്കാതെ നിൽക്കണില്ല. പറയണത് എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പുള്ളി പറയുന്നുണ്ട് ഇതിനകത്ത്, എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോഴേ ഇതുപോലെയുള്ള അനാഥാരങ്ങൾ തിരക്കി നടക്കുകയാണ് ഇതൊക്കെ കഴുകാൻ വേണ്ടി. ഈ മനുഷ്യന്മാർ മാറുന്ന മാറ്റമേ വല്ലാത്ത മാറ്റമാണ്. അത് സിമ്പിളായിട്ട് അദ്ദേഹം ചെയ്യുകയാണ് ദൈവത്തിന് വേണ്ടി. കാര്യം എന്താണ്? അതെല്ലാം ഓരോ പ്രാവശ്യം കഴുകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ദൈവമേ, നീ അല്ലാതെ എനിക്കിനി ജീവിതത്തിൽ ആരുമില്ല. ഞാനത് ചുമ്മാ പറയണതല്ല, ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരിപ്പണമാക്കി നിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വീതി ഒരുക്കിക്കൊണ്ട് ഈ മനുഷ്യൻ സുവിശേഷം ജീവിക്കുകയാണ്. കർത്താവ് അമ്മ എന്താ പറഞ്ഞത്? കർത്താവ് വലിയ കാര്യങ്ങൾ, ഇപ്പം സങ്കീർത്തനത്തിൽ 126:2 വായിച്ചില്ലേ? എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് അമ്മ എന്താ പറയണത്? ലൂക്ക 1:49 കർത്താവ് എനിക്ക് വേണ്ടി പറഞ്ഞേ, എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്യണത്? അവിടുന്ന് തന്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. ഇതാണ് ഈ ഫോർമാറ്റ് ചേഞ്ചിങ് എന്ന് പറയുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ എന്ത് പറ്റണം? നമ്മൾ ഈ കൊമ്പൊക്കെ ഒടിച്ച് കളയണം. ഞാൻ ആരോ വലിയ പ്രധാന പുള്ളിയാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്, തറവാടിയാണ്, ഞാൻ ഭയങ്കര വിദ്യാഭ്യാസ വിചക്ഷണനാണ്, സയൻറ്റിസ്റ്റാണ്, മണ്ണാങ്കട്ടയാണ്, തേങ്ങാക്കോലയാണ്, ഒരു കഥയുമില്ല. നീ റെഡ്യൂസിൻ്റെ 0 തിരിച്ചു വരണം. ഈ ക്രോസ് ആൻഡ് ഗ്രേസിൻ്റെ ഫോർമുല അങ്ങനെയാണ്. പകർത്തിയ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം വലിയ കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തു. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ തന്നെ കാട്ടിക്കൊണ്ട് ദൈവകൃപ കരയറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ എളിമപ്പെടുത്തണം. അതായത് ബൈബിളിലെ നമുക്കറിയാം ഈ ഉടമ്പടി അതിൻ്റെ ഡിമാൻഡ്സ്
അത് ആവശ്യപ്പെടുന്ന അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട്, ഇപ്പോൾ ഈ മനുഷ്യൻ കണ്ട ആ മനുഷ്യൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ കോൺഫിഡൻസായി. എന്താണ്? എനിക്ക് കഴിവില്ല, ഞാനത് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4 പ്രാവശ്യം തോറ്റ് പരാജയപ്പെട്ടില്ലേ. അപ്പോൾ ഇനി ദൈവമാണ് ഇടപെട്ടിട്ട് എന്നെ ജയിപ്പിക്കേണ്ടത്. അത് ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞു, ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ ഫുൾ പെർസെൻ്റ് അത് നീ മാത്രമായിരിക്കും അതിൻ്റെ ഉടമയും അവകാശിയും. അപ്പോൾ ഒറ്റ എഴുത്ത് ആ മനുഷ്യൻ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിയുടെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്തേ. അതായത് ബൈബിൾ പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. നമ്മളെ ബൈബിൾ ഇന്നത്തെ ബ്രീവറിയിലുള്ളതാണ്. അച്ഛന്മാരുടെ ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. അപ്പോൾ രാത്രി ഞാൻ വായിച്ചപ്പോൾ വെളുപ്പിനെയാണ് ഞാൻ ബ്രീവറി വായിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ളതാണ് 2 തിമോത്തി 2:13. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. മനസ്സിലാവണം. അപ്പോൾ ദൈവം എപ്പോഴായാലും വിശ്വസ്തനായിരിക്കും. പറ. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അതാണ് ഇതിൻ്റെ വിജയം. ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അതാണ്. നമ്മുടെ പ്രത്യാശ എന്താണ്? ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ദൈവം സത്യമാണല്ലോ. അപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് ഐ വിൽ കം വിത്ത് യു, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല. ദൈവം വരും. പക്ഷെ നമ്മൾക്കത് മനസ്സിലാകണം. അതാണ് വിഷയം. അതാണ് 2 തിമോത്തി 2:13 പറയണത്. ഹി കനോട്ട് ഡിസോൺ ഹിംസെൽഫ്. അവനെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അവൻ്റെ വാക്കിന് ആ വാക്ക് അവൻ നിവൃത്തിയാക്കും. അപ്പം അതുകൊണ്ട് അത് ആ ലെവലിലേക്ക് ഈ ജെ തോമസൺ എന്ന് പറയുന്ന സിയക്കാരെ വരികയാണ്. എന്താണ്? ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. അപ്പം ഞാനെന്ത് ചെയ്യണം? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ സഹോദരനെ പോലെ ഉടമ്പടി വിഹിതമായി ഞാൻ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ സുവിശേഷ വിധികളും പ്രേക്ഷിത ദൗത്യങ്ങളും കടുത്ത ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ ഈ ആഴ്ചത്തെ ടോപ്പ് സാക്ഷ്യങ്ങൾ ഒന്ന് ഓൺലൈൻ ഉടമ്പടിയിലാണ്. നിങ്ങൾക്ക് ഈ ഓൺലൈൻ ഉടമ്പടി അത് തുടങ്ങിയ കാലത്ത് ആൾക്കാർ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു വിധ ഇപ്പോഴാണ് അതിൻ്റെ കൊയ്ത്ത് കാലമെന്ന് തോന്നും. കാര്യം ഓൺലൈൻ ഉടമ്പടി ഒത്തിരിയേറെ എ കാറ്റഗറിയിലുള്ള സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് എല്ലാവരും വിദേശത്തുള്ള മലയാളികളാണ് പറയണത്. കാര്യം അവർക്കെന്താ, നമ്മളിവിടെ വന്ന് കഷ്ടപ്പെട്ട് ഉടമ്പെടുക്കുന്ന പോലെയുള്ള ബലങ്ങൾ ദൈവം അവർക്ക് കൊടുക്കാൻ തുടങ്ങി. എന്തായാലും അവർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അവരെ വിദേശത്തുള്ള ആൾക്കാർ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് പള്ളിയില്ല, ഞങ്ങൾക്ക് കുർബാനയില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇത്തിരി തേനും ഇത്തിരി ഉപ്പും അതൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഹൃദയം തകർന്നു പോകും അത് കേട്ട് കഴിഞ്ഞാൽ. അത് കറക്റ്റ് കാര്യങ്ങളാണ് അവർ പറയണത്. അപ്പോൾ ഈ ടീന എന്ന് പറഞ്ഞ സഹോദരി ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇവർ പഠിച്ചിരിക്കും, ഇവർ മെഡിക്കൽ ഫീൽഡിലെ ആളാണ്. ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടിട്ട് ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. നിങ്ങൾ നോക്കണം കേട്ടോ. സാക്ഷ്യം കേൾക്കുമ്പോൾ അഭിഷേകം ഉണ്ടാവും. അപ്പോൾ അവർ ടീന പോണത് ഹസ്ബൻഡിന് അവിടെയാണ് ജോലി. പക്ഷേ ഒരാളുടെ ജോലി കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ടീനയ്ക്ക് ഇവിടെ അവിടെ ജോലി കിട്ടണം. പക്ഷേ ഇവർക്ക് പഠിച്ച ജോലി അവിടെ കിട്ടാൻ സാധ്യതയില്ല. കാര്യം ഹാർട്ട് ഓപ്പറേഷനാണ് പഠിച്ചിരിക്കേണ്ടത്. ഹാർട്ട് ഓപ്പറേഷനിൽ നേഴ്സിംഗ് അതിൻ്റെ സൈഡ് ഫ്ലൂയിഡ് ഉണ്ടാകണത് അവിടെ നിന്ന് ഒഴുക്കി കളയുന്ന പരിപാടിയാണ്.
ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് ഹാർട്ടിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. അത് ചാനൽ ഔട്ട് ചെയ്ത് കളയണ ജോലിയാണ് ഇങ്ങനെ. അത് ആ ജോലിക്ക് അവിടെ സ്കോപ്പില്ല. അപ്പോൾ അവളെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവൾ ചെന്ന് അവിടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യണത് എന്താണ്, ഫുഡ് ടെക്നോളജി പഠിക്കാൻ വേണ്ടിയാണ് അവിടെ ചെല്ലണത്. ഫുഡ് ടെക്നോളജിക്ക് ഇവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. 2 കുഞ്ഞുങ്ങളെ വളർത്തണം, ഭർത്താവുണ്ട്, അവർക്ക് ജോലിയില്ല, അവൾ വിഷമിക്കും. അപ്പോൾ അപ്പോഴാണ് ഇവിടുന്ന് പോകുമ്പോൾ ഇവളുടെ ആൻറ്റി ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യണത്? ആൻറ്റി 4 കൃപാസനം പത്രം കൊടുത്ത് വിടും. എന്നിട്ട് ആൻറ്റി പറയണൊരു വാക്കുണ്ട്, ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. നിങ്ങളൊന്ന് കൈവിട്ട് പോണവരോട്, അവർ നമ്മുടെ കൺമറഞ്ഞ് പോകേണ്ടവർ, പിന്നെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മളെന്താ പറയണത്? അമ്മ കൂടെ പോണമേ, ഞങ്ങൾക്ക് ഇനി അവരെ സ്കൈപ്പിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വല്ലതൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയാവുന്നില്ല, അത് ഒന്നും പ്രയോജനമില്ല. അവർ ജീവിക്കണമെങ്കിലും നിലനിൽക്കണമെങ്കിലും അതിജീവിക്കണമെങ്കിലും അമ്മ തന്നെ പോകണം. അതിനെ ഇവിടെ ഇരിക്കുന്ന പത്രം കൊടുക്കുക, അത് വിശ്വാസമാണ്. കാര്യം എന്താണ്? ഈ കൃപാസനത്തിൽ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നത് എന്താ കാര്യം? ജനങ്ങളെ പത്രം പ്രാർത്ഥനാപൂർവ്വം വായിച്ചിട്ട് അത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ സത്യസന്ധമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൻറ്റി പറയും, ഇത് 4 പത്രമാണ്, ഇത് ഞാൻ നിനക്ക് തരണത്, അമ്മ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. പക്ഷെ അവളെന്ത് ചെയ്യുക? കൊടുത്ത ആൾ കറക്റ്റായിരുന്നു. ടീന അതുപോലെ തന്നെ വിശ്വസിക്കും. ടീന അവിടെ ചെന്നിട്ട് സംഭവം ഈ ഫുഡ് ടെക്നോളജിയിൽ അവരുടെ പാർട്ടി വിഷയം എടുത്ത് പഠിക്കും. അയാൾക്ക് അഡ്മിഷൻ കിട്ടാൻ പാടായിരുന്നെങ്കിലും അവർ പ്രാർത്ഥിച്ചും നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ ആദ്യമൊക്കെ അവൾ ബേസിക്കായിട്ട് കുമ്പസാരം കുർബാനയും ജപമാല പ്രാർത്ഥനയൊക്കെ ഉള്ള കക്ഷിയാണ്. പക്ഷേ ഇപ്പോഴൊരു വിഷയം വന്നപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് നമുക്ക് കൈ കിട്ടണത് എന്താണ്? പ്രത്യക്ഷ പ്രാർത്ഥനയല്ലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയോ പേര് അപ്ലോഡ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ഇവൾക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ഇവളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് കിട്ടിയപ്പോൾ തന്നെ അനോയിൻറ്റിങ് ആയി. ഇതിനകത്ത് വരുന്ന വിഷയം അതാണ്. ഒക്കെ ഫീൽ ചെയ്ത് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അമ്മയുടെ സാന്നിധ്യം ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കുന്ന സമയത്ത്, രാത്രി വായിക്കുമ്പോൾ സമയത്തൊക്കെ മുഴുവൻ അഭിഷേകമാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാം എങ്ങനെ ഇവിടെ വന്നതാ? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം അമ്മ തന്നത് ഉടമ്പടിക്ക് മുമ്പ്, 6 മാസം മുമ്പ്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഉടമ്പടിയല്ല, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വീണ്ടും നടന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമായി മാറ്റിക്കൊണ്ട് നിങ്ങൾ സുവിശേഷത്തിൽ ഈ കാലങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആയിക്കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ട ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓൺലൈൻ ഉടമ്പടി ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ ആളിന് അഭിഷേകമായി. പക്ഷേ ഒരു പ്രശ്നം, അവൾക്ക് തിരി കത്തിച്ചിക്കണമെന്നൊരു ആഗ്രഹം. പക്ഷേ പച്ചത്തിരി നീലത്തിരി കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവിടെ കിട്ടിയിരുന്നത് ഒരു സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയാണ്. വെള്ളത്തിരിയുണ്ട്, അതുമേ സ്വർണ്ണ പെയിൻ്റ് അടിച്ച തിരിയാണ്. അലങ്കാര തിരിയൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടത്തില്ല, അതുപോലെ ഒരു തിരിയാണ് അവൾക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് നീലത്തിരി കത്തിക്കണമെന്നാൽ മറ്റേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അത് പക്ഷേ അതിന് ബാധകമല്ല. ഓൺലൈൻ ഉടമ്പടിയിൽ കിട്ടുന്നവർക്ക് നീലത്തിരി കിട്ടത്തില്ല. നമുക്കല്ലേ ഇപ്പോൾ തീർത്ഥാടന ഉടമ്പടിക്കല്ലേ നീലത്തിരി കിട്ടത്തുള്ളൂ. പക്ഷേ അമ്മ ഇത് നീലത്തിരി അല്ലല്ലോ എന്ന് ഓർത്ത് ഇവൾ സങ്കടപ്പെടും. ഉടനെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ വെള്ളത്തിരി അങ്ങ് നീലത്തിരിയായിട്ട് മാറും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അമ്മ തന്നിരിക്കുന്ന ഓരോ കളർ പോലും അമ്മ ഓൺ ചെയ്യുന്നുണ്ടത്. പച്ചത്തിരി എന്ന് വെച്ചാൽ പച്ചത്തിരി, നീലത്തിരി എന്ന് വെച്ചാൽ നീലത്തിരി. ഇതെല്ലാം ആദ്യ നിമിഷങ്ങളിൽ അമ്മ തന്ന ഓർഡറുകളാണ്. ഞങ്ങളത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കൈമാറി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രകാരം മാത്രമേ ആ സംഭവങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഉടമ്പടി ജീവിക്കുന്നവരാണത് പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടി ജീവിക്കാൻ ചുമ്മാ തിരികെ കത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പറ്റിക്കണ പോലെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സങ്കടപ്പെടുന്നത് എന്താണ്? അവർ ഓൺലൈൻ ഉടമ്പടി പ്രകാരം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് നീലത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ വെള്ളത്തിരി, സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയെ തന്നെ അമ്മ, അത് നമുക്ക് കാണാം, അവർക്ക് ഇത് അവർ പൊക്കിങ്ങനെ ക്യാമറയെ കാണിക്കുന്നുണ്ട്, എൻ്റെ സ്വർണ്ണത്തിരി എങ്ങനെയാണ് നീലത്തിരിയായി മാറിയെന്ന്.
നമുക്ക് കണ്ടാൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്ര കണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ കാലത്തെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. എന്നിട്ട് ഈ കുഞ്ഞ് ചെയ്യണമെന്താ വെച്ചാൽ അവൾ 2 കൊച്ചുമക്കളെ ഇട്ടുകൊണ്ടാണ് ജോലി പഠിക്കണത്, ഫുഡ് ടെക്നോളജി പഠിക്കണത്. ഫുഡ് ടെക്നോളജി പഠിച്ചിട്ട് ന്യൂസിലൻഡിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യുന്ന വലിയ ഫുഡ് പ്രൊഡക്ഷൻ ഫാക്ടറികളുള്ളത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണത്തിൽ പോയി അവൾക്ക് ജോലി കിട്ടി. പക്ഷേ ആ ജോലി കൊണ്ട് അവൾക്ക് മേൽക്കയറ്റം ഒന്നും കിട്ടണില്ല. ഒരു മിനിമം ശമ്പളത്തിൽ ജോലി കിട്ടിയ ആളിനെ, പക്ഷേ മേൽക്കയറ്റമില്ല. ആ മേൽക്കയറ്റമില്ലാതെ വന്നപ്പോഴേ അവരോട് ചോദിച്ചു, എൻ്റെ ഫീച്ചർ എന്താണെന്ന് ചോദിക്കുക. പറയും, നിങ്ങൾക്ക് വർക്കിൽ കൺസിസ്റ്റൻസി ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫീച്ചർ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് പറയും. ഇതിവിടെ ഈ കമ്പനി ഫീച്ചർ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് സായിപ്പ് പറയും. ഉടനെ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കമ്പനി ഇൻ്റർവ്യൂവിന് ചെയ്യും. അടുത്ത കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കമ്പനി അവർക്ക് കിട്ടും. ആ ഇൻ്റർവ്യൂ ചെയ്യണ സമയത്ത്, ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് 7 ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ഇവളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 7 ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഈ കൃപാസനം പത്രം കൊണ്ടുപോയി ഈ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് വെക്കും. എന്താണ് അത്? പത്രമല്ലെന്ന് നമുക്കറിയാം, അമ്മയുടെ സാന്നിധ്യമാണ്. അതാ സംഭവം. 7ാമത്തെ ഇൻ്റർവ്യൂവിനെ അടിച്ച് കുതിച്ച് കയറും. അമ്മ ഇവളെ പൊക്കിയെടുത്ത് ആ കമ്പനിയിൽ ജോലി കൊടുക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഓർക്കണം, ആ പുതിയ കമ്പനിയിൽ അവർ പറയണത് അവിടുത്തെ ന്യൂസിലൻഡ് സായിപ്പന്മാർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഉന്നതമായ സ്ഥലങ്ങളിലേക്കാണ് അമ്മ അവളെ നിയമിക്കണത്. അതുകൊണ്ട് ലോകത്തിൻ്റെ അതെല്ലാം നമ്മളെ വചനം വായിക്കുമ്പോൾ രസമാണ്. അതായത് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ take the word of God, take the word of God. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 58:14. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. യെശയ്യാ 58:14. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. അത് ഐ വിൽ എന്ന് ചേർത്ത് സവാരി ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോമിസാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ നിങ്ങൾക്ക് ജോലിക്കയറ്റം വേണമെന്ന് പറയണത് അഹങ്കാരമൊന്നുമല്ല, അത് പ്രോമിസിലുള്ളതാണ്. അത് നിങ്ങൾക്കറിയണം, അത് പ്രോമിസിലുള്ളതാണ്. അതാണ് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ അധികാരങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെയും ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിങ്ങളെ സവാരി ചെയ്യിക്കുക, യാത്ര ചെയ്യിക്കുമെന്നാണ്. അത് 58:14 സങ്കീർത്തനം ഇതിൽ യെശയ്യായിലുള്ളതാണ്. അപ്പോൾ ജോലിയുള്ളവരായാലും ശരി, ശാസ്ത്രജ്ഞന്മാരായാലും ശരി, പ്രൊഫസർമാരായാലും ശരി, ഫാക്ടറി ജീവനക്കാരായാലും ശരി, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യണത് അവിടെ ഒരു പ്രൊമോഷന് വേണ്ടി ചോദിക്കുന്നതിൽ നിസ്സാരമായ കാര്യമാണ്. ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും. കാര്യം എന്താണ്? അത് ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നീ അത് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ വചനം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. കർത്താവേ, എന്നെയും നിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും സാക്ഷിയാക്കണമേ. എൻ്റെ സാക്ഷികളും അച്ഛൻ ഇതുപോലെ അൾത്താരെ പറഞ്ഞു 10,000-ങ്ങളും ലക്ഷങ്ങളും കേൾക്കാൻ ഇടയാക്കണമേ. എന്നെയും സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ. എന്നെയും ദൈവമഹത്വത്തിൻ്റെ സാക്ഷിയാക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, മഹത്വം, 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 ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മക്കളെ വിശ്വാസപ്രമാണം ചൊല്ലി, വിശ്വാസപ്രമാണം അറിയാൻ പാലാത്തവർ ഈശോയെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
രോഗം ഉള്ളിടത്തെല്ലാം. ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും വിദൂരത്തിലൂടെ ഓൺലൈനിലുള്ളവരും എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അടിപ്പിഴ പോലെ വൈദ്യാക്കാതെ പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കിടിച്ചിറങ്ങുന്ന ദൈവികമായ നിമിഷത്തെ സൗഖ്യത്തെ നിമിഷങ്ങളിൽ അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്രധാന അത്ഭുതകരം കർത്താവ് മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥന. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പെസ്റ്റുകളിലും കർത്താവ് ഞാടി ഞരമ്പുകളുടെ ശരീരകത്ത് ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തൈറോയിഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ കർത്താവ്, ഹൃദയ രോഗങ്ങൾ, കരട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ കർത്താവ്, പാങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവരെ, ഗർഭാശയത്തിലെ സിസ്റ്റുള്ളവരെ, ഫെല്ലോപ്പിഡ് ട്യൂബിന് സിസ്റ്റുള്ളവർ, ഫെല്ലോപ്പിഡ് ട്യൂബ് പറഞ്ഞാൽ അടത്ത് മാറ്റി കളഞ്ഞവർ, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴകൾ, രക്തസ്രാവ രോഗികൾ ഒക്കെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്പോണ്ടിലോസിന് അസുഖമുള്ളവർ പിൻകഴുത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗം രോഗമുള്ളവരെ കൈ പിണച്ചുകൊണ്ട് സ്വസ്തികയായിട്ട് വെച്ചുകൊണ്ട് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കേണ്ട. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുക. 38 വർഷമായി ഞാൻ അർപ്പിച്ച വിശുദ്ധ കൃപയുടെ യോഗ്യതയാൽ കർത്താവ് ഈ നാളിതുവരെ കർത്താവ് അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ ദൈവം കരുണ കാണിച്ച ഈ അൾത്താറയിൽ തടഞ്ഞിട്ടുള്ള 10,000കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാഭേദികൾ ഈ അൾത്താരെ പ്രാർത്ഥിക്കുന്ന ഈ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരും, അതുപോലെ കർത്താവ് ഓൺലൈനെ പ്രാർത്ഥിക്കുന്നവരും കർത്താവ് അവരെവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ എവിടെ നിന്നാലും കർത്താവ് ഈ ആഴ്ചയിൽ നടക്കുന്ന ഇൻ്റർവ്യൂകൾ, ഈ ആഴ്ച നടത്തുന്ന പരീക്ഷകൾ, ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗ ചികിത്സകൾ, എല്ലാ തരത്തിലുള്ള പ്രസവങ്ങൾ, അതുപോലെ തന്നെ ഓപ്പറേഷൻസുകൾ, അതുപോലെ ഇൻ്റർവ്യൂകൾ, അതുപോലെ തന്നെ കേസുകൾ, അതുപോലെ ജഡ്ജി നടപടികൾ, അതുപോലെ തന്നെ ഡൈവേഴ്സിൻ്റെ കേസുകൾ, അത് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, നന്ദി. വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, അതുപോലെ തന്നെ വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവരെ, വീട് വെക്കാൻ ഇടമില്ലാത്തവരെ, പരസ്പരം കലഹിക്കുന്നവരെ, കുടുംബകലഹമുള്ളവരെ, ഭാഗവുടപടി നടക്കാത്തവരെ, വിദേശ സഞ്ചാരത്തിലേക്ക് ഇരിക്കുന്നവരെ, പോകാൻ പോകുന്നവർ, വിസ പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതിയിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ഇൻ്റർവ്യൂവിന്, അതുപോലെ ടെസ്റ്റിനും രോഗത്തിനും ചികിത്സയ്ക്കും എല്ലാം വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലെ കർത്താവ് സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവരെ, കുഞ്ഞുങ്ങൾക്ക് തന്നെ ലോൺ പാസ്സാകാതിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുടുംബ പ്രശ്നങ്ങളുള്ളവരെ, കർത്താവ് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കം കിട്ടാത്തവരെ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവ്
കാറ്റായി കടലായി കർത്താവെ ഇരമ്പി വരണ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവെ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവെ അങ്ങ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 126 കർത്താവ് 1 തൊട്ട് 6 വരെ വചനങ്ങൾ കർത്താവ് ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ കർത്താവ് നെഗേബിലെ നീർച്ചാലുകൾ എന്ന പോലെ കർത്താവ് അങ്ങയുടെ മക്കളുടെ ചൈതന്യത്തെ ഐശ്വര്യത്തെ കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മധ്യസ്ഥത പ്രസാദിച്ചുകൊണ്ട് കർത്താവിടെ ജീവിതത്തെ പുനരാഗമിപ്പിക്കുക. ദൈവത്തിൻ്റെ ചൈതന്യം കർത്താവ് ആദിമ സഭയിലെന്നതുപോലെ ആദ്യകാലങ്ങളിലെന്ന പോലെ ജലപ്രപഞ്ചം മേലെ ചലിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ഈ നിമിഷം മക്കളിലേക്ക് തിരഞ്ഞുവരട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ തിരിച്ചറിവത്തെ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ മുഴുക്കിടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ തിരുവിലാലും മുഴുവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുഴുക്കതയിലെ കർത്താവ് ശത്രുക്കൾ ഒഴിഞ്ഞത് കർത്താവ് നിൻ്റെ മുതുകിലാണ് കർത്താവ്. നിൻ്റെ മുതുകിലെ തിരിച്ചുവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പീഡാനുഭവങ്ങളെ ഉള്ളം കാല് വരെയുള്ള ആണിപ്പഴുതുകളെയും കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവെ. എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, കുഞ്ഞുങ്ങളെ പഠിക്കാത്ത അവസ്ഥ ഓർത്ത് കർത്താവ്, ഭർത്താവിൻ്റെ മദ്യപന ആസക്തി ഓർത്ത്, തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, എന്തെല്ലാം തരങ്ങൾക്ക് വേണ്ടി കർത്താവ് മക്കൾ കണ്ണുനീരിടുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ ആണിപ്പെടുത്താതെ അത്ഭുത കർത്താവ് സാധ്യതപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 2 രാജാക്കന്മാർ 3:15 പറഞ്ഞിരിക്കുന്നവർ കർത്താവ്, കാറ്റില്ല മഴയില്ല അരുവിത്തോടങ്ങളെല്ലാം കർത്താവ് ജലം കൊണ്ട് നിറഞ്ഞതുപോലെ കർത്താവ് ഒരു പ്രതീക്ഷയില്ല എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ പാടാതെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരുണ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദേവമാതാവ് ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ മാർഗരോഗങ്ങൾ രോഗങ്ങൾ തീരാ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. മഹത്വപ്പെടുവാൻ ആരാധനയിലൂടെ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ മുട്ടേ നിൽക്കുക, കൈകൾ കുപ്പുക, ഈശോയെ തന്നെ നോക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടുകൂടിയിട്ടാണ് വിത്ത് ചുമന്നുകൊണ്ട് നിയോഗങ്ങൾ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നത്. കറ്റ ചുമന്നുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ, അന്ത്യം വരെയും നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ വ്യക്തിപരമായി അഭിഷേകം ചെയ്യണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.